ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാജിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച എല്ലാവരെയും ചാത്തൻ കല്ലെറിയുകയാണ്. രാഹുൽ അവസാനം രാജിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. നീ അകത്തേക്ക് പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു. രാജി അകത്തേക്ക് പോയതിനു ശേഷം കല്ലേറി നിൽക്കുന്നുണ്ട്. ഹൈമാവതി ദേവയാനിയമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് നാത്തുവിനെ സംഭവിക്കുന്നതെന്ന്. ദേവയാനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഇതെല്ലാം ആ ഗംഗയുടെയും ഗൗരിയുടെയും പണിയാണെന്ന്. ദേവയാനിയമ്മ പറയുന്നുണ്ട്, ഇത് നമുക്ക് മഹിയോട് പറയണം, തെളിവ് സഹിതം പറയണമെന്ന് പറയുന്നു. ആ സമയത്ത് ഹൈമാവതിയും രാഹുലും കല്ലൊക്കെ പറക്കിയെടുക്കുകയാണ്. ആ കല്ലുമായിട്ടൊക്കെ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മഹി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനിയമ്മയും രാഹുലും അവിടേക്ക് വരുന്നത്. ദേവയാനിയമ്മ പറയുന്നുണ്ട്, ഈ ഗംഗ ഇവിടെ എന്തൊക്കെയോ പൂജ ചെയ്തു, എന്തോ പ്രശ്നമുണ്ട്, അതിനുശേഷം ഞങ്ങളെ ആരോ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. രാഹുലും അപ്പോൾ പറയുന്നുണ്ട്, ഈ ഗംഗയാണെങ്കിൽ ഏതോ ദുർമന്ത്രവാദിയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നതെന്നൊക്കെ. ഗംഗ അപ്പോൾ മഹിയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇവര് പറയുന്നത് ശരിയല്ലെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തെളിവുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഈ കല്ലൊക്കെ ഒന്ന് നോക്കാനെന്ന് പറയുന്നു. രാഹുലും അപ്പോൾ പറയുന്നുണ്ട്, മഹിയേട്ടൻ ഈ കല്ലൊക്കെ ഒന്ന് നോക്കാനെന്ന്. മഹി ആ പാത്രത്തിലേക്ക് കല്ല് നോക്കുമ്പോൾ കല്ലൊന്നും കാണുന്നില്ല. മഹി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് കല്ലുണ്ടെന്ന് പറഞ്ഞത്, ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ ദേ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് കല്ലൊന്നും കാണുന്നില്ല. രാഹുലും നോക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്, കല്ലൊന്നും കാണുന്നില്ല. ഗംഗയ്ക്ക് അത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. എല്ലാ കല്ലും അപ്രത്യക്ഷമായിരിക്കുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഈ രാഹുൽ പറയുന്ന കള്ളത്തരം കേട്ടുകൊണ്ട് അമ്മയും ഇവന്റെ ഒപ്പം കൂടിയോ, അമ്മയ്ക്ക് ഇവനോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാകും എന്നും കരുതി ഇവൻ പറയുന്ന കള്ളത്തരമൊന്നും അമ്മ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ശേഷം കാണിക്കുന്നത് ഗംഗയുടെ അടുത്തേക്ക് രാജി വരുന്നു. രാജി ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന്. ഇതിന്റെയൊക്കെ രഹസ്യം എന്താണെന്ന് ഗംഗേച്ചി എന്നോട് പറയില്ലേ, എന്നെ വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, നിന്നെ വിശ്വാസമാണ്, ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഇനി നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല, നീ സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊക്കെ ഗംഗ പറയാണ്. പിന്നീട് ദേവയാനിയമ്മയും ഹൈമാവതിയും ശ്രേയയും ആഹാരം കഴിക്കുകയാണ്. ആ സമയത്തും ഗംഗയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രേയ പറയുന്നുണ്ട്, ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഗംഗയാണ്, സഹായത്തിന് ആ ഗൗരിയും ഉണ്ടെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇതിനിയും വെറുതെ വിട്ടാൽ പറ്റത്തില്ല, അവളെ ഉറപ്പായിട്ടും കൊന്നിരിക്കണം, ഇനിയും എപ്പോഴും പോലെയല്ല, ഞാനിത് ഉറപ്പായിട്ടും തീരുമാനിച്ച കാര്യമാണെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ അങ്ങനെ പറയുമ്പോഴേക്കും ആഹാരത്തിലെല്ലാം പുഴുവാവുകയാണ്. ദേവയാനിയമ്മ അത് കണ്ടിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. ശ്രേയയും ഹൈമാവതിയും നോക്കുമ്പോൾ അവരുടെ പ്ലേറ്റിലും കഴിച്ചുകൊണ്ടിരുന്ന ചോറിന്റെ കൂടെ പുഴുവിനെ കാണുന്നു. ദേവയാനിയമ്മ ഉടനെ തന്നെ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മഹിയോട് പറയുന്നുണ്ട്, ഇന്നത്തെ ആഹാരത്തിൽ മൊത്തം പുഴുവും കല്ലുമാണ്, നീ വന്ന് നോക്കാനെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ ഞാനാണെന്നാണോ പറയുന്നതെന്ന്. ദേവയാനിയമ്മ ഇപ്പോൾ പറയാണ്, നീ തന്നെയാണെന്ന്. മഹി അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനിയമ്മയുടെ കൂടെ ചെല്ലുന്നു. മഹിയും ഗംഗയും താഴേക്ക് ചെന്ന് പ്ലേറ്റിൽ നോക്കുമ്പോഴേക്കും പുഴുവെല്ലാം അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. മഹി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ചോറിനകത്ത് എന്താണ് കുഴപ്പം, ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. ആ സമയത്ത് ഹൈമാവതിയും ശ്രേയയും പറയുന്നുണ്ട്, ഇതിനകത്ത് പ്രശ്നമുണ്ടായിരുന്നു, ഇപ്പൊ പോയതാണെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, മാനസികമായ പ്രശ്നമാണ്, ഡോക്ടറിനെ കാണണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഗംഗയും കൂട്ടി മഹി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് രാജി പാലുമായിട്ട് രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രാഹുൽ ആ പാല് വാങ്ങി കുടിക്കുന്നു. അതിനുശേഷം രാജിയോട് ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. രാജിയോട് രാഹുൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ നീ ആണെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇനിയും തൊട്ട് ഞാൻ നിന്നെ വേദനിപ്പിക്കത്തില്ല, ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുമെന്നൊക്കെ പറയുന്നു. ഇനിയും ഞാൻ ജീവിക്കാൻ പോകുന്നത് നിനക്കും കുഞ്ഞിനും വേണ്ടിയായിരിക്കുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ രാജിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാജി ഗംഗയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, രാഹുലേട്ടന് ഒരുപാട് മാറ്റമുണ്ടെന്നൊക്കെ, ഇപ്പൊ എന്നോട് ഒരുപാട് സ്നേഹമാണെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് ദേവയാനിയമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേവയാനിയമ്മ അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, രാഹുലിന് ഒരു മാറ്റവുമില്ല, ഇവൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണ്. ഗംഗ രാജിയോട് പറയുന്നുണ്ട്, ഇനിയും തൊട്ട് രാജി വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല, രാഹുലേട്ടൻ ആത്മാർത്ഥമായിട്ട് തന്നെ രാജിയെ സ്നേഹിക്കുമെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് രാഹുലിന് ആഹാരവുമായിട്ട് രാജി ചെല്ലുകയാണ്. രാഹുൽ രാജിയും അടുത്തിരുത്തി കഴിപ്പിക്കുകയാണ്.
രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേവയാനിയമ്മ അവിടേക്ക് വരുന്നുണ്ട്. ദേവയാനിയമ്മ രാഹുലിനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്താണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെന്ന് ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുന്നു. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്റെ ഭാര്യയ്ക്ക് വാരിക്കൊടുക്കുന്നത് ഒരു തെറ്റാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് മാത്രമല്ല, അവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാനും പോവുകയാണ്. ഞാൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലെന്നൊക്കെ പറയുന്നു. ഞാൻ വാരിക്കൊടുക്കരുതെന്ന് പറയാൻ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും ഒരു അവകാശവും ഇല്ലെന്നൊക്കെ പറയാണ്. രാഹുൽ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഗംഗയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ദേവയാനിയമ്മയ്ക്ക് ദേഷ്യം കൊണ്ട് കലി കയറി നിൽക്കുകയുമാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്